മൊമ്മൂസ് ഉണ്ടാക്കാം. മൊമ്മൂസാണോ മോമോസാണോ? എന്തായാലും പെർഫെക്റ്റ് ആയിട്ടുള്ള മോമോസ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, ഇത് എന്റെ രീതിക്ക് ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ക്യാബേജും ക്യാരറ്റും സ്പ്രിംഗ് ഒണിയനും സവാളയും കൂടെ നമ്മുടെ ചോപ്പറിലൊക്കെ നന്നായിട്ടൊക്കെ ചോപ്പ് ചെയ്തെടുക്കുക. ഗോതമ്പ് എടുക്കണോ മൈദ എടുക്കണോ, പിന്നെ വല്ലപ്പോഴും അല്ലേ മൈദ ഉപയോഗിക്കുന്നുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഇന്ന് മൈദ അങ്ങാക്കി. അങ്ങനെ മൈദയും ചപ്പാത്തി മാവിന്റെ പരുവത്തിൽ കുഴച്ചു വെച്ചു. എണ്ണ ഒഴിച്ചു സംഭവങ്ങളെല്ലാം ഇട്ടൊന്ന് വഴറ്റിയതിന് ശേഷം അതിലോട്ട് മുട്ട വേണമെങ്കിൽ പൊട്ടിച്ചൊഴിക്കാം, ഇല്ലെങ്കിൽ വേണ്ട, വെജ് മൊമോസ് ആക്കി എടുക്കാം. ചിക്കൻ വേണമെങ്കിൽ ചിക്കനും ഇട്ട് കൊടുക്കാം. ഇതിലിപ്പോൾ വേറെ എന്ത് പൊടികളെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ കുറച്ച് കുരുമുളക് പൊടി ഇട്ടു. പിന്നെ ഇതിനെ നന്നായിട്ട് പരത്തിയെടുത്ത് ഒരു പാത്രം വെച്ചിട്ട്, എനിക്കാണെങ്കിൽ ആ പാത്രം വെച്ചിട്ട് മുറിച്ചെടുക്കാനും പറ്റിയില്ല കേട്ടോ. ഞാൻ പിന്നെ അല്ലാതെയൊക്കെ പരത്തിയെടുത്തതാണ്. അങ്ങനെ അതിലോട്ട് ഈ ഫില്ലിങ്സ് ഒക്കെ നിറച്ച് സാരിയുടെ പ്ലേറ്റ് എടുക്കാൻ അറിയാമെന്നുള്ളവർക്ക് ഇത് അടിപൊളിയായിട്ട് പറ്റും. എനിക്കാണെങ്കിൽ സംഭവം അറിയില്ല. പിന്നെ ഞാൻ ഒരു വിധത്തിൽ പരത്തിയൊക്കെ എടുത്ത് വെച്ചെന്നേ ഉള്ളൂ. ഇതിപ്പോൾ വേറെ ആർക്കും കൊടുക്കാനൊന്നും അല്ലല്ലോ, നമുക്ക് കഴിക്കാനുള്ളതല്ലേ. പിന്നെ ഇതിനെയെല്ലാം ഇഡ്ഡലി പാത്രത്തിന്റെ തട്ടിൽ പറക്കി വെച്ച് ഒന്ന് ആവി കയറ്റി എടുത്ത മോമോസ് റെഡിയായി. പിന്നെ സോസും കൂട്ടി കഴിക്കണം. സംഭവം അടിപൊളിയായിരിക്കും. ഈ ഒരു സന്തോഷം കാണാനല്ലേ നമ്മൾ ഈ കിടന്ന് പാടുപെടുന്നത്.